നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന്മേലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കർണാടകയിലുള്ള കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഡൽഹിയിൽ തിരിച്ചെത്തുന്നതോടെ ചർച്ചകൾക്ക് പുതിയ വേഗത കൈവരും. കേരളത്തിലെ ഭരണത്തലവനെ നിശ്ചയിക്കുന്നതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും വരും കാലത്തെ പാർട്ടി പ്രതിച്ഛായയും ഒരുപോലെ പരിഗണിക്കേണ്ടി വരുന്നത് കേന്ദ്ര നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നിലവിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി ഖർഗെ നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന നിർണായക കൂടിക്കാഴ്ചകളിൽ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പങ്കാളികളാകും. 3 പ്രമുഖ നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരെയും പിണക്കാതെയുള്ള ഒരു ഫോർമുല കണ്ടെത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഖർഗെ ഡൽഹിയിൽ എത്തുന്നതുവരെ കാത്തിരിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര പൂർണ്ണമായും അടങ്ങിയ ശേഷം മാത്രം മതി ഔദ്യോഗിക പ്രഖ്യാപനമെന്നാണ് ഹൈക്കമാൻഡിലെ പൊതുവായ ധാരണ. നേതാക്കൾക്കിടയിലെ പരസ്യമായ പോര് ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കേന്ദ്ര നേതൃത്വം ഭയപ്പെടുന്നു. നിലവിൽ അച്ചടക്ക ലംഘനത്തിന്റെ ലക്ഷണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായെന്ന് AICC നിരീക്ഷിച്ചു വരികയാണ്. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന കർശന നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള 3 പ്രമുഖ നേതാക്കളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഈ നിലപാട് കേന്ദ്ര നേതൃത്വത്തിന് തലവേദനയാകുന്നുണ്ട്. ഭൂരിപക്ഷ പിന്തുണ ആർക്കാണെന്ന് നിരീക്ഷിക്കുന്നതിനൊപ്പം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സാധ്യതകളും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. തർക്കം നീളുന്നത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത്. തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ രമേശ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. താൻ തന്റെ ഭാഗം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. രമേശ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം ഹൈക്കമാൻഡിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. എന്നാൽ തനിക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം കൈവിട്ടിട്ടില്ല. മറ്റു നേതാക്കളും ഇതേ മാതൃകയിൽ പരസ്യമായി അനുസരണ കാണിക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ ചരടുവലികൾ ശക്തമായി തുടരുകയാണ്. കേന്ദ്ര നിരീക്ഷകരുടെ റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. കേരളത്തിലെ MLA-മാരിൽ നിന്നും അഭിപ്രായം ശേഖരിച്ച നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഭൂരിഭാഗം MLA-മാരും ആരെ പിന്തുണയ്ക്കുന്നു എന്നത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അന്തിമ ചർച്ചകളിലേക്ക് കടക്കുക. KPCC അധ്യക്ഷന്റെ നിലപാടും ഹൈക്കമാൻഡ് പ്രത്യേകം ആരായുന്നുണ്ട്. കേരളത്തിലെ ജനവികാരം ആർക്കൊപ്പമാണ് എന്നതും സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പദവികൾ പങ്കിടുന്ന രീതി പരീക്ഷിക്കണോ അതോ ഒരാളെ തന്നെ 5 വർഷത്തേക്ക് നിശ്ചയിക്കണോ എന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കേരളത്തിലെ സമുദായ സംഘടനകളുടെ നിലപാടും നിർണായകമാണ്. വിവിധ സാമുദായിക നേതൃത്വങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ നേതാക്കളെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് അവഗണിക്കാൻ കഴിയില്ല. ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവഗണന തോന്നും വിധത്തിലുള്ള തീരുമാനങ്ങൾ വരാതിരിക്കാൻ ഹൈക്കമാൻഡ് അതീവ ജാഗ്രത പുലർത്തുന്നു. മുൻകാലങ്ങളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നതെങ്കിൽ ഇത്തവണ വിജയസാധ്യത എന്ന ഘടകത്തിനാണ് മുൻഗണന. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യവും ചില യുവ MLA-മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ഒരു സമവായം കണ്ടെത്തുക എന്നത് ഹൈക്കമാൻഡിന് അഗ്നിപരീക്ഷയാണ്. ഖർഗെയുടെ ഡൽഹി യാത്രയ്ക്ക് ശേഷം കേരളം ഉറ്റുനോക്കുന്ന ആ വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം.